കൈക്കൂലി കേസിൽ നിരവധി പേരെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഇന്നലെ 2 സംഭവങ്ങളും ഉണ്ടായത്. കണ്ണൂർ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായിരുന്നു. താഴെചൊവ്വ സ്വദേശി പി മുഹമ്മദ് അസ്ലമാണ് പിടിയിലായത്. കെട്ടിടത്തിന് പെർമിറ്റ് നൽകാനായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടത്. കെട്ടിടത്തിന് പെർമിറ്റ് നൽകാൻ 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് പി മുഹമ്മദ് അസ്ലം പിടിയിലായത്. 20,000 രൂപയായിരുന്നു ഇയാൾ ആവശ്യപ്പെട്ടത്. പണവുമായി അപേക്ഷകനോട് കാൾടെക്സ് പരിസരത്ത് എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. കൈക്കൂലി ലഭിക്കാനായി 10 മാസമാണ് കണ്ണൂർ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അപേക്ഷ വൈകിപ്പിച്ചത്. നിർമ്മാണത്തിലിരിക്കുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ അനുമതിക്കായി കൈക്കൂലി വാങ്ങിയ തൊടുപുഴ നഗരസഭ എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിലായതും ഇന്നലെയായിരുന്നു. തൊടുപുഴ നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് കൂടിയായ MP ജോസാണ് പിടിയിലായത്. നഗരത്തിലെ ഹോട്ടലിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇയാൾ പിടിയിലാവുകയായിരുന്നു. 2 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടിരുന്നത്. 1 ലക്ഷം രൂപയുമായിട്ടാണ് പിടിയിലാകുന്നത്. അതേസമയം വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 30 ഉദ്യോഗസ്ഥർ കെട്ടിട നിർമ്മാണ അനുമതിക്കും കെട്ടിട പ്ലാനുകൾ തയ്യാറാക്കി സമർപ്പിക്കാനുമായി പ്രവർത്തിക്കുന്ന വിവിധ സ്വകാര്യ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ, എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകൾ, കരാറുകാർ, ഏജന്റുമാർ എന്നിവരിൽ നിന്നായി 45 ലക്ഷത്തോളം രൂപ അനധികൃതമായി കൈപ്പറ്റിയതായി വിജിലൻസ് കണ്ടെത്തി. മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഈ ക്രമക്കേടിൽ പങ്കാളികളാണെന്നാണ് കണ്ടെത്തൽ. വിജിലൻസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ പാർപ്പിടം മിന്നൽ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുന്നതിലെ വലിയ ക്രമക്കേടുകളും കോഴപ്പണ ഇടപാടുകളും വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന. എന്തായാലും പരിശോധനയിൽ ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്ന് നടത്തിയത് 45 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകൾ, 30 നഗരസഭകൾ, 24 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായിരുന്നു തിരുവനന്തപുരത്ത് ബുധനാഴ്ച വിജിലൻസ് സംഘം അപ്രതീക്ഷിതമായി പാഞ്ഞെത്തിയത്. പരിശോധനയിൽ 30 ഉദ്യോഗസ്ഥർ കടുത്ത അഴിമതിയും കുറ്റവും ചെയ്തതായി പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഏജന്റുമാരിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും നേരിട്ട് പണമെത്തിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തുവന്നത്. കെട്ടിട നിർമ്മാണ ചട്ടം കാറ്റിൽ പറത്തി ഒട്ടേറെ നിർമ്മാണങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായി പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് മാത്രം ഇടനിലക്കാരിൽ നിന്നായി 21.50 ലക്ഷം രൂപ എത്തിയെന്ന വിജിലൻസിന്റെ കണ്ടെത്തലാണ്. ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിലെ 2 അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ഓവർസിയർ, ബിൽഡിംഗ് ഇൻസ്പെക്ടർ എന്നിവർ ചേർന്ന് കരാറുകാരിൽ നിന്ന് 12.69 ലക്ഷം രൂപ കൈപ്പറ്റിയതിനും വിജിലൻസിന് വ്യക്തമായി തെളിവ് കിട്ടിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര നഗരസഭ ഓവർസിയർ 1.37 ലക്ഷം രൂപ, വർക്കല നഗരസഭ താൽക്കാലിക ഓവർസിയർ 2.03 ലക്ഷം രൂപ, അമ്പലവയൽ പഞ്ചായത്ത് ശുചീകരണ ജീവനക്കാരൻ 2.08 ലക്ഷം രൂപ. എന്തായാലും പരിശോധന നടന്ന മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പൂർണ്ണമായി ലംഘിച്ച നിലയിലാണ്. കെട്ടിടങ്ങൾക്ക് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് അനുവദിക്കുക, ബിൽഡിംഗ് നമ്പർ നൽകുക, നികുതി നിശ്ചയിക്കുക തുടങ്ങി എല്ലാ കാര്യങ്ങളിലും വലിയ ക്രമക്കേടാണ് നടക്കുന്നത്. അനുമതിയില്ലാതെ അധിക നിലകൾ നിർമ്മിച്ചതിനും വാഹനങ്ങൾക്ക് വേണ്ട പാർക്കിംഗ് സ്ഥലം മറ്റാവശ്യങ്ങൾക്ക് മാറ്റിയതിനും ഉദ്യോഗസ്ഥർ നിർബാധം അനുമതി നൽകി. വൻകിട വാണിജ്യ കെട്ടിടങ്ങൾക്ക് നികുതി വെട്ടിക്കാൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്പർ അനുവദിച്ചതായും വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്.